ജെഫ്രി എപ്സ്റ്റൈൻ രേഖകൾ പുറത്തുവിടുന്നതിനുള്ള പ്രമേയം US പ്രതിനിധി സഭ പാസാക്കി. ഒന്നിനെതിരെ 427 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. ജെഫ്രി എപ്സ്റ്റൈൻ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ കേസിലെ അന്വേഷണ രേഖകളാണ് എപ്സ്റ്റൈൻ ഫയൽസ്. 20,000-ഓളം പേജ് വരുന്ന അന്വേഷണ റിപ്പോർട്ടിൽ ചിലയിടങ്ങളിൽ ഡൊണാൾഡ് ട്രംപിനെ പരാമർശിക്കുന്നുവെന്നാണ് ആരോപണം ഉയർന്നിരുന്നത്. എന്നാൽ ട്രംപ് ഇക്കാര്യം നിഷേധിച്ചിരുന്നു. On this vote, the yeas are 427, the nays are 1. 2/3 being in the affirmative, the rules are suspended, the bill is passed, and without objection, the motion to reconsider is laid on the table. Is there an objection? Without objection, so ordered. The Senate has now passed the Epstein bill as soon as it comes over. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, നേരത്തെ ട്രംപിന്റെ പേര് പരാമർശിക്കപ്പെട്ടിരുന്ന വിഷയമാണ്. ഇപ്പോൾ എന്തായാലും പ്രതിനിധി സഭ വിഷയം പാസാക്കിയിട്ടുണ്ട്. പറയൂ ഐസൻ. തീർച്ചയായും രാഖി, രണ്ട് സഭകളും, അതായത് പ്രതിനിധി സഭയും സെനറ്റും ഈ ബിൽ പാസാക്കി എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. ഐക്യകണ്ഠേനയാണ് ബില്ല് സെനറ്റിൽ പാസ്സായതെങ്കിൽ ഒരാൾ മാത്രം എതിർത്ത് 427 പേർ അനുകൂലിച്ചാണ് പ്രതിനിധി സഭയിൽ ഈ ബില്ല് പാസ്സാവുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, എപ്സ്റ്റൈൻ ഫയൽസ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിരുന്നത് ഈ ലൈംഗികാതിക്രമ കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റൈനെ അനുകൂലിക്കുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും അത് സംബന്ധിച്ച രേഖകൾ ഈ ജെഫ്രി എപ്സ്റ്റൈൻ രേഖകളിലുണ്ട് എന്നതുമാണ് ഈ വിവാദങ്ങൾ ഉയർന്നിരുന്നത്. നേരത്തെ 20,000-ഓളം പേജ് വരുന്ന ജെഫ്രി എപ്സ്റ്റൈൻ രേഖകൾ സംബന്ധിച്ച വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്ന പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം പരാമർശിക്കുകയും ഒക്കെ ചെയ്യുകയും ഇതിൽ തനിക്ക് പങ്കില്ലെന്ന് വ്യക്തമായി പറയുകയും അതുപോലെ തന്നെ മറ്റു നടപടികളിലേക്ക് നീങ്ങുന്നതിനെ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളോട് US പ്രതിനിധി സഭയിൽ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയതും സെനറ്റ് ഉൾപ്പെടെ ഐക്യകണ്ഠേന ബിൽ പാസ്സാക്കുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ ദുരൂഹതകൾ ഏറെ നിറഞ്ഞ എപ്സ്റ്റൈൻ ഫയൽസുമായി ബന്ധപ്പെട്ട 20,000-ഓളം പേജുള്ള രേഖകൾ പുറത്തുവിടുന്നതിനുള്ള ബില്ലാണ് ഇരു സഭകളും പാസ്സാക്കിയിരിക്കുന്നത്. ഇനി ഡൊണാൾഡ് ട്രംപ് അത് ഒപ്പുവെക്കുന്നതോടുകൂടി ബിൽ നിയമമാവുകയും ഈ ഫയലുകൾ പുറത്തു വരികയും ചെയ്യുമെന്നാണ്